സാമ്പത്തിക പ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയത്തിൽ നിയമസഭയിൽ കൊമ്പുകോർത്ത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ധനമന്ത്രി ശ്രമിക്കുന്നത് എന്നും നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയായി കേരളം മാറിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തെ കുറ്റം പറയാനാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതെന്നും സംസ്ഥാനത്ത് ട്രഷറി നിലയ്ക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്നും ധനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിലെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണം സർക്കാരിന്റെ ദൂർത്താണെന്ന് പ്രമേയം അവതരിപ്പിച്ച് റോജി എം ജോൺ പറഞ്ഞു. ഐ ജി എസ് ടി പിരിവ് കാര്യക്ഷമമല്ലാത്തതുകൊണ്ടും സ്വർണം, ബാർ എന്നിവയിൽ നിന്ന് നികുതി പിരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടതുമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ കാരണങ്ങൾ. മറ്റൊന്ന് സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്രം നൽകേണ്ട തുകയെപ്പറ്റി കള്ളക്കണക്കുകളാണ് ധനമന്ത്രിയും MLA-മാരും പറയുന്നതെന്നും എല്ലാത്തിനും കേന്ദ്രത്തെ കുറ്റം പറയുകയാണ് ധനമന്ത്രി ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഡിസംബർ 31 വരെയുള്ള GST ഗ്രോത്താണ് കേരളത്തിന് 12% GST ഗ്രോത്താ. ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വാറ്റിൽ നിന്നും GST-യിലേക്ക് മാറിയപ്പോൾ we have been demanding for the last 5 years നിങ്ങൾ GST-യുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ നിങ്ങൾ മാറ്റണം. നിങ്ങൾ മാറ്റിയോ? നിങ്ങളിപ്പോൾ പറയുന്നത് ഇന്ത്യ മുഴുവൻ മാതൃകയാണ്. ഇന്ത്യ മുഴുവൻ മാതൃകയായ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലാണോ നിങ്ങൾ ഡിസംബർ 31 വരെ 12% ഗ്രോത്ത് ഉണ്ടാക്കിയത്? ബാക്കിയുള്ള അയൽ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളെക്കാൾ വളരെ കൂടുതലാണ്. അതാണോ കേരളത്തിന്റെ മോഡൽ? എന്നാൽ കേരളത്തെ കുറ്റം പറയാനാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കിഫ്ബിക്കെതിരെ കേസ് കൊടുത്ത അംഗം തന്നെ കിഫ്ബിയുടെ വികസന പദ്ധതികളിൽ ലഭിച്ച തുകയുടെ പരസ്യം കൊടുക്കുകയാണെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. സർ, അദ്ദേഹം കിഫ്ബിക്കെതിരെ കേസ് കൊടുത്ത് കിഫ്ബിയെയും പെൻഷൻ കമ്പനിയുടെ എല്ലാം കാര്യത്തിൽ ഗവൺമെന്റിനെ ഈ തരത്തിൽ, കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിൽ എത്തിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അവിടെ ഈ 450 കോടി രൂപയുടെ ഏറ്റവും വലിയ ചരിത്ര നേട്ടം ഇതേ കിഫ്ബിയുടെ എന്ന് പറഞ്ഞിട്ട് പടമൊക്കെ അടിച്ച് ഇറക്കിയിട്ടുള്ളതും അവിടെ തന്നെ ഉണ്ട് ആ മണ്ഡലത്തില്. അല്ല, അതിനെന്താ കുഴപ്പമില്ല, എല്ലാവരുടെയും അവകാശം തന്നെ. പക്ഷേ ഇത് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞ് കേസിൽ പോയി ഈ കാര്യമെല്ലാം ചെയ്യുന്ന കാര്യമാണ്. ഈ ചെയ്യുന്ന കാര്യമല്ല, ഇതൊന്നും കൊടുക്കേണ്ടതല്ല എന്ന് വാദിക്കുന്ന ഒരു സമീപനം അക്കാര്യത്തിനകത്ത് വന്നു എന്നുള്ളത് കൊണ്ട് സാർ ആ കാര്യം എടുത്ത് കാണിച്ചാണ്. ധനമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയം സ്പീക്കർ തള്ളി. പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം.